ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള പീഡനം, കുട്ടികളുടെ നേരെ മുതിർന്നവർ നടത്തുന്ന വൈകാരികമായ പീഡനം അഥവാ ഇമോഷണൽ അബ്യൂസ് എങ്ങനെ കുട്ടികളെ ബാധിക്കാം എന്നുള്ളതാണ്. 12 വയസ്സുകാരനായ ഒരു പയ്യനെയും കൊണ്ട് പാരൻസ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ആ മോൻ്റെ പ്രശ്നമായിട്ട് പാരൻസ് പറയുന്നത്, അവന് ഞങ്ങളോടൊരു സ്നേഹം കാണിക്കുന്നില്ല, എപ്പോഴും ദേഷ്യമാണ്, നമ്മളുമായിട്ട് എന്ത് കൊടുത്താലാണ് അവന് സന്തോഷമുള്ളതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല, അടുക്കുന്നു പോലുമില്ല, പ്രത്യേകിച്ചും അമ്മയുടെ അടുത്തേക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള വിശകലനം നടത്തുകയുണ്ടായി. അമ്മയെ വേറെ കാണുന്നു, അച്ഛനെ വേറെ കാണുന്നു, അതുപോലെ അവനെ കാണുന്നു, അവനെ വീണ്ടും വീണ്ടും കാണുന്നു. അങ്ങനെയുള്ള കൂടിക്കാഴ്ചയിലൂടെ അവൻ പറയാനിടയായി, അവന് വീട്ടിൽ നിന്ന് പ്രത്യേകിച്ചും അമ്മയുടെ ഭാഗത്തു നിന്നും വളരെയധികം വൈകാരിക പീഡനങ്ങൾ ഏൽക്കുന്നുണ്ടെന്ന്. വൈകാരിക പീഡനങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ തണുപ്പൻ, മന്ദൻ, ഒന്നിനും കൊള്ളാത്തവൻ, അങ്ങനത്തെ ഓരോ വേർഡ്സ്, ഓരോ വാക്കുകൾ ഉപയോഗിച്ച് അവനെ ഒരു തരം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അമ്മ ഒരു തരം ദേഷ്യം പ്രകടിപ്പിക്കുന്നു. അതായത് അമ്മയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അവൻ പെരുമാറാത്ത സ്ഥലങ്ങളിലൊക്കെ അമ്മ അങ്ങനെയാണ് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ എന്നുള്ളതാണ് അവൻ പറഞ്ഞത്. അത് അവനെ വളരെയധികം വിഷമമുണ്ടാക്കുന്ന വാക്കുകളാണെന്നും അത് ഉപമിക്കുന്ന ഓരോന്നും തന്നെ പിന്നെ കാണുമ്പോഴും അമ്മയെ കാണുമ്പോൾ തന്നെ അവന് വളരെയധികം പ്രയാസം നേരിടാൻ തുടങ്ങി. അപ്പം നമ്മൾ പാരൻസുമായിട്ടുള്ള സെഷൻസാണ് പിന്നീട് പ്ലാൻ ചെയ്തത്. പാരൻസിൻ്റെ അടുത്ത്, അതായത് മാതാപിതാക്കളുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ വ്യക്തമാക്കി കൊടുത്തു 0 ടോളറൻസ് ടു അബ്യൂസ് എന്നുള്ളത്. അത് കുറച്ച് ആണെങ്കിലും കുറേ ആണെങ്കിലും 0 ടോളറൻസ് ആണ് എന്നുള്ളത്. അവരുടെ അടുത്തുനിന്ന് വ്യക്തമായത്, ഇതിപ്പോൾ എന്താ സാധാരണ നമ്മൾ കുട്ടികളെ കളിയാക്കി പറയുകയൊക്കെ ചെയ്യുന്നതല്ലേ, അങ്ങനെ പറയുന്നതിൽ ഇപ്പോൾ എത്ര ചൊടിക്കാനുണ്ടോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതും നിയമപരമായി തെറ്റാണ്. ശാരീരികമായി പീഡിപ്പിക്കുന്നത് പോലെ തന്നെ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് വൈകാരികമായി കുട്ടികളെ പീഡിപ്പിക്കുന്നതും. വൈകാരികമായി കുട്ടിക്കാലത്ത് ഏൽക്കുന്ന ഇത്തരം പോറലുകൾ മുതിർന്ന പ്രായത്തു പോലും ഉള്ളിൽ നിന്ന് ഇന്നർ വോയിസായിട്ട് വരും എന്നുള്ളതാണ്. കാരണം നീ പൊട്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, അങ്ങനത്തെ വാക്കുകളിലൊക്കെ കുട്ടികളെ ദേഷ്യപ്പെടുന്ന സമയത്താണെങ്കിൽ പോലും വിളിച്ചു കഴിഞ്ഞാൽ അത് മുതിർന്നു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ അതവിടെ കിടക്കും. അത് വളരെയധികം വ്യക്തിത്വ പ്രശ്നങ്ങളും ആത്മാഭിമാന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ ശ്രദ്ധ കൂടുതലും പാരൻസിലേക്കാണ് കടന്നത്. കാരണം അവരുടെ ഭാഗത്ത് എന്താണ് അവൻ്റെ നേരെ ഇത്തരം വാക്കുകൾ പ്രയോഗിക്കാനുണ്ടാകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അപഗ്രഥനം ചെയ്യുകയാണ് ഉണ്ടായത്. അമ്മയുടെ കാര്യങ്ങൾ കൂടുതലായി അവലോകനം ചെയ്തപ്പോഴാണ് മനസ്സിലായത്, അമ്മയ്ക്ക് ഹൈപ്പോതൈറോയിഡിസം എന്ന ശാരീരിക രോഗവും അതിനോടൊപ്പം തന്നെ ഗുരുതരമായ രീതിയിലുള്ള ഡിപ്രഷനും ഉള്ളതായിട്ട്. ഡിപ്രഷൻ എന്നാൽ വിഷാദ രോഗം. അമ്മ അതിന് ഇതുവരെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അമ്മയുടെ വിഷാദ രോഗത്തിൻ്റെ പല ലക്ഷണങ്ങളും ഇവൻ്റെ നേരെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഇമോഷണൽ അബ്യൂസ് എന്നുള്ള രീതിയിലാണ് അവനിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യത്തിലും ഇത് വളരെയേറെ പോറലുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനെയും അമ്മയും മാറി മാറി കാണുകയും അമ്മയുടെ വിഷാദ രോഗം എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കുകയും അതിലേക്ക് അത് മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അമ്മയുടെ വിഷാദ രോഗവും ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും റെഗുലറായി വളരെ കൃത്യമായ രീതിയിൽ നടന്നപ്പോൾ അമ്മയിലുള്ള പദപ്രയോഗങ്ങൾ, കുട്ടിയുടെ നേരെയുള്ള പദപ്രയോഗങ്ങൾ, കുട്ടി ഇമോഷണൽ അബ്യൂസ് ആണെന്ന് കരുതുന്ന അത്തരം പദപ്രയോഗങ്ങൾ പൂർണ്ണമായും മാറുകയാണ് ഉണ്ടായത്. പിന്നെ അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള സെഷൻസിൽ നമ്മൾ അവൻ്റെ അടുത്ത് ഇതുവരെ ഏൽപ്പിച്ചിട്ടുള്ള ആ വിഷമങ്ങൾ തീർക്കാൻ ഏതെല്ലാം രീതിയിൽ അവൻ്റെ പ്രായത്തിനുതകുന്ന രീതിയിൽ പാരൻറ്റിങ് ടിപ്സ് എന്തെല്ലാം ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. അവനെ മാനസികമായി ഇത്തരം വാക്കുകൾ ഏൽപ്പിച്ച പോറലുകൾ നമ്മൾ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ്, അതായത് മനഃശാസ്ത്ര ചികിത്സയിലൂടെ വളരെ വ്യക്തമായി ഒഴിവാക്കുകയും നഷ്ടപ്പെട്ട ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ തിരിച്ചെടുക്കുന്ന രീതിയിലുള്ള മനഃശാസ്ത്ര ചികിത്സ നൽകുകയുമാണ് ചെയ്തത്.
അവൻ അതോടുകൂടി തന്നെ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പഠനത്തിലും എല്ലാം പൂർവാധികം ഉയർന്ന നിലവാരം പുലർത്താൻ തുടങ്ങി. അവൻ്റെ മനസ്സിലേറ്റ പല പോറലുകളും, അതായത് എനിക്കൊന്നിനും കൊള്ളില്ല, എനിക്കൊന്നിനും പറ്റില്ല എന്ന ആ തോന്നൽ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുകയുണ്ടായി. അത് അവൻ്റെ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം പ്രതിഫലിക്കാനും തുടങ്ങി. നമ്മൾ പാരൻസിലെ പല മാനസിക രോഗലക്ഷണങ്ങളും കുട്ടികളുടെ നേരെ പീഡനങ്ങളായിട്ട് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാവുമ്പോൾ കുട്ടികളെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ആദ്യം സ്വന്തം ഉള്ളിലേക്ക് നോക്കി എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിശകലനം ചെയ്ത് അതിനു വേണ്ട ചികിത്സയ്ക്ക് മുതിർന്നവർ തുനിയുന്നതാണ് ഏറ്റവും നല്ലത്.